ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ. ആര് വരുമ്പോൾ ആയിരിക്കും? വിരാട് കോഹ്ലി വരുമ്പോഴാണോ? RCB വരുമ്പോഴാണോ? അതെന്തായാലും കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മളിന്നൊരു ടോപ്പ് 5 ലിസ്റ്റിലേക്ക് പോവാണ്. ബാർക്കിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ ടിവിയിൽ ഡിജിറ്റൽ റൈറ്റ്സ് കൂട്ടിയിട്ടേ ഇല്ല, ടിവിയിൽ കണ്ടിട്ടുള്ള മത്സരങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റിലേക്കാണ് പോകുന്നത്. ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബ് കിങ്സ് IPL 2025 ഫൈനൽ മാച്ചാണ്. 169 മില്യണോളമാണ് വ്യൂവർഷിപ്പ്. ഇതൊരു വലിയ റെക്കോർഡാകുന്ന സമയത്ത് ഈ ഒരു ലിസ്റ്റിലുള്ള മറ്റ് 4 മത്സരങ്ങൾ ഏതായിരിക്കും? ഏത് മത്സരത്തെ ഓവർടേക്ക് ചെയ്തായിരിക്കും ഈ ഒരു മത്സരം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്? സോ ടോപ്പ് 5 ലിസ്റ്റിലേക്കാണ് പോകുന്നത്. നമ്പർ 1 RCB പഞ്ചാബ് പോരാട്ടമാകുമ്പോൾ ഇനി നേരെ നമ്പർ 5ലേക്ക് വിട്ടാലോ. 5ാം സ്ഥാനത്ത് ഒരു റൈവൽറി പോരാട്ടമാണ്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. 2015 വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിനാണ് ഇത്രമാത്രം വ്യൂവർഷിപ്പ് ഉള്ളത്. വിരാട് കോഹ്ലിയുടെ ഒരു സ്റ്റൈലൻ സെഞ്ചുറിയും ഇന്ത്യയുടെ വിജയം മറക്കാൻ വേണ്ടിയിട്ട് പറ്റൂലല്ലോ. അപ്പൊ 4ാമത് ഏതായിരിക്കും? വീണ്ടും ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം തന്നെയാണ്. 2011 വേൾഡ് കപ്പിലെ സെമി ഫൈനൽ പോരാട്ടം. ഇന്ത്യ സർവ്വ പ്രതീക്ഷകളുമായിട്ട് മൊഹാലിയിൽ ഇറങ്ങിയ സമയത്ത് ഇന്ത്യയുടെ മോഹങ്ങൾക്ക് കരുത്ത് പകരാൻ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ഒരു 85 മാൻ ഓഫ് ദി മാച്ച് പ്രകടനത്തോടുകൂടി ഇന്ത്യ ഫൈനലിലേക്ക്. ഇനി 3ാമതിലേക്ക് പോയാലോ. അതിലൊരൊറ്റ സീൻ മതി എല്ലാവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. ബില്യൺ കണക്കിന് ആളുകളുടെ ഹൃദയത്തിലേക്ക് 6 പറത്തിയ MS ധോണി. 2011 വേൾഡ് കപ്പ് ഫൈനൽ ഇന്ത്യ ശ്രീലങ്ക പോരാട്ടം. ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതിൽ ടോപ്പ് 3യിൽ, ടിവിയിൽ കണ്ടതിൽ ടോപ്പ് 3 ലിസ്റ്റിൽ ഇന്ന് 14 വർഷങ്ങൾക്ക് ശേഷം തലയുയർത്തി പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ 2ാം സ്ഥാനത്ത് ഏതാണെന്ന് അറിയാമോ? അതൊരു T20 മാച്ചാണ്. 2021 T20 വേൾഡ് കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം. ഈ ഒരു മത്സരം മാത്രമാണ് കൂട്ടത്തിൽ നമുക്കിത്തിരി സങ്കടമുള്ള ഒരു മത്സരം. 10 വിക്കറ്റിന് പാകിസ്ഥാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തിയ ഒരു മത്സരമാണ്. T20 വേൾഡ് കപ്പുകളിൽ ഇന്ത്യക്ക് സങ്കടം നിറഞ്ഞൊരു മത്സരം. ആദ്യമായിട്ടാണ് ഒരു വേൾഡ് കപ്പ് പോരാട്ടത്തിൽ ഇന്ത്യയെ പാകിസ്ഥാൻ പരാജയപ്പെടുത്തുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഒരു മത്സരത്തിനുണ്ടായിരുന്നു. എന്തായാലും ഇതെല്ലാമാണ് ടോപ്പ് 5 ലിസ്റ്റിൽ വരുന്നത്. ഒരു കാര്യം ഓർക്കുക, ഈ ടോപ്പ് 5 ലിസ്റ്റിൽ ഡിജിറ്റൽ റൈറ്റ്സ് കൂട്ടിയിട്ടില്ല. TV റൈറ്റ്സിന്റെ മാത്രം ബേസിൽ ബാർക്ക് റിപ്പോർട്ട് പ്രകാരമാണ് ഈ ഒരു ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മാച്ച് ഏതാണ്? ഈ 5 മാച്ചുകളിൽ ഇപ്പോഴും ഹൃദയത്തിന്റെ ഏതോ കോണിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് തോന്നുന്ന ഒരു മാച്ച് ഏതാണ്? എൻ്റെത് 2011 ക്രിക്കറ്റ് വേൾഡ് കപ്പ് തന്നെയാണ് കേട്ടോ. ഇപ്പോഴും മനസ്സിൽ നിന്ന് ആ MS ധോണി 6 നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ബാക്കി പല മത്സരങ്ങളും കൂടെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് മാച്ച് ഇതാണ്. ഇതുപോലെ ഈ 5 മാച്ചുകളല്ലാതെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫേവറേറ്റ് എപ്പോഴും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന, കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ.